ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗിംഗ് കപ്പിൾ. ഇന്ന് നമ്മൾ ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. നമുക്കിത് കിച്ചൺ വാള് ഡെക്കറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടേബിളിന്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രാഫ്റ്റാണിത്. ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് കവറാണ് നമുക്കതിന് ആവശ്യം. ഒരു വൈറ്റ് കളർ ഉള്ളത് തന്നെ വേണം. അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ഇതേപോലെയുള്ള ഫൈബേഴ്സ് ആണ്. ഇത് നമ്മൾ ടെഡി ബെയറിന്റെ ഉള്ളിലും അതേപോലെ തന്നെ പില്ലോസിന്റെ ഉള്ളിലൊക്കെ കാണുന്ന അതുപോലത്തെ ഫൈബറാണ്. ഈ ഒരു ഫൈബർ നമുക്ക് എടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു കവറിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയൊരു പീസ് കവർ മതിയാവും. നമുക്ക് അതിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് അത് ഒന്ന് ചുരുട്ടി പിടിക്കുക. നന്നായിട്ടത് ഒതുക്കി കൊടുക്കണം. കാരണം ഫൈബറാണ്, നമുക്കത് പൊങ്ങി പൊങ്ങി വരും. അപ്പം നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്കത് ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ചുരുട്ടി പിടിക്കുക. ചുരുട്ടി പിടിച്ച് ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്കിത് കെട്ടിയെടുക്കണം. വൈറ്റ് കളർ നൂല് തന്നെയാണ് നമ്മളിത് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു നൂല് അടുത്ത സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതും ടൈറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് വലിച്ചു മുറുക്കണം. ചുളിവുകളൊന്നും വീഴാതിരിക്കാൻ തന്നെ നോക്കുക. നന്നായിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഒരു തവണ തന്നെ ചുറ്റിയാൽ മതിയാവും. വേണമെങ്കിൽ 2-3 തവണ ചുറ്റുന്നതിനും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് താഴെ ഭാഗത്തായിട്ടൊന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ നൂല് കെട്ടിക്കൊടുക്കേണ്ടത് ഇതിന്റെ നേരെ ക്രോസ് ആയിട്ടാണ്. നമ്മളിപ്പോൾ നൂല് കെട്ടിയതിന്റെ നേരെ ക്രോസ് ആയി അതേ നേർ പകുതിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ വരിഞ്ഞ് മുറുക്കി കെട്ടാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ചുറ്റി കെട്ടി കൊടുത്തതിന് ശേഷം താഴെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് തന്നെ ചുളിവുകളൊന്നും വീഴാതെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതേപോലെ ഈ ഒരു ഓരോ ഗ്യാപ്പുകളിലും വലിയ വലിയ ഒരു പാർട്ടായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കേണ്ടത്. ഓരോന്നും ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എത്ര വലുപ്പത്തിനാണോ ഇതിന്റെ ആ ഒരു ഓരോ അല്ലികളും വേണ്ടത്, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ വലുപ്പം കൺട്രോൾ ചെയ്യാം. അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് കെട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പാർട്ടുകളായിട്ട് നമുക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഒരു ഗാർലിക്കിന്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെയുള്ളൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാനുള്ളതാണ്. കാരണം ഇത്രയും ലെങ്ത് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഒന്ന് ലെങ്ത് ഒന്ന് കുറച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഗാർലിക്കിന്റെ താഴെയൊക്കെ കാണുന്ന അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗാർലിക്കിന്റെ മുകളിലുള്ള ആ ഒരു ഭാഗമില്ലേ, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു ഗാർലിക്കിന്റെ ഒറിജിനൽ പാർട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. 2 വിധത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇതില്ലാത്തവർക്ക് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാന്നുള്ളതും കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ഒറിജിനൽ ആയിട്ട് ഒരു ഉള്ളിയുടെ മുകളിലുള്ളത് എടുത്തതാണ്. ഒരു ഗാർലിക്കിന്റെ മുകളിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തതാണ്. ഇത് ഇതേപോലെ അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടി. ഇപ്പൊ നമുക്ക് ഇത് കണ്ടാൽ അറിയാം ഒരു ഗാർലിക്കിന്റെ ആ ഒരു ഷേപ്പിലാണ്. പിന്നെ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് അതിന്റെ തൊലിയിലൊക്കെ ആ ഒരു ടെക്സ്ചറൊക്കെ ഏകദേശം ഉണ്ട് ഉള്ളിയുടെ തൊലിയിലുള്ളത് പോലെ. അപ്പം ഇതൊരു വൃത്തിയായിട്ട് തന്നെ വന്നു. നമ്മൾ ശരിക്കുള്ള ഉള്ളിനേക്കാളും വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഭാഗം അടുത്തതായിട്ട് വേറൊരു രീതിയിൽ ഞാൻ കാണിക്കാം. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു കഷ്ണം ഒന്നും കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് അതില് ഇതേപോലെ ഫൈബേഴ്സും എടുക്കണം. ഈ ഫൈബർ എടുത്തതിന് ശേഷം നമുക്ക് അത് ഉള്ളിലേക്ക് വെച്ച് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കെട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫൈബർ നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ച് നമുക്ക് അതിൽ വെച്ച് കെട്ടി കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ചതുര കഷ്ണം മുറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. നമുക്ക് ഇതേപോലെ വെച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതും ഇതേപോലെ തന്നെ ടൈറ്റാക്കി പിടിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈസിലല്ല നമ്മൾ ഫസ്റ്റിൽ ആ ഒരു കവർ വെട്ടിയതെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നത്.
അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ചെയ്തു. ആ ഒരു നൂലുപയോഗിച്ച് കെട്ടുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന് മുകളിലുള്ള ഭാഗം ഇല്ലാത്തവർക്കുള്ള ആ ഒരു പ്രശ്നം ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതേപോലെ നമുക്കറിയാം ചകിരി നമുക്കെല്ലാവർക്കും വീട്ടിലുണ്ടായിരിക്കും, കുറച്ചെങ്കിലും ചകിരി ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പം ഇതേപോലെയുള്ള കുറച്ച് ചെറിയ ചകിരികൾ എടുക്കുക. ചകിരി എടുത്തതിന് ശേഷം അതിന്റെ ആ ഒരു ചകിരി ചോറെന്ന് പറയില്ല, നമുക്ക് അതൊക്കെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കളയാം. അതൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഒരു പ്ലസ് ടൈപ്പിൽ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കത്രിക ഉപയോഗിച്ച് ഒന്ന് വെട്ടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പം ഈ ഒരു ടൈപ്പിൽ ചെയ്തെടുത്താൽ മതി. നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നും. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ഒറിജിനൽ ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.